ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ എത്തിയിട്ടോ കുബാബയിൽ. കുറേ നാളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു കുബാബയിൽ പോയിട്ട് മന്തി കഴിക്കണമെന്ന്. പക്ഷേ ഇപ്പോഴാണ് പറ്റിയത് കേട്ടോ. നമ്മൾ ഏകദേശം 9:30 കഴിഞ്ഞിട്ടുണ്ട് അവിടെ എത്തുമ്പം. ആ സമയത്തും ഇത്രയ്ക്കും തിരക്കാണ് അവിടെ. പക്ഷെ നമുക്ക് തിരക്കില്ലാതെ നമുക്ക് കയറാൻ പറ്റി എങ്ങനെയാണെന്ന് നമ്മൾ പറയുന്നില്ല കേട്ടോ. അങ്ങനെ നമുക്ക് സീറ്റൊക്കെ കിട്ടി. ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടും ഏകദേശം ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് നമ്മൾ പിന്നെയും വെയിറ്റ് ചെയ്യണം. നമ്മുടെ പ്ലേറ്റൊക്കെ വന്നിട്ടുണ്ട്, വളരെ നീറ്റായിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലെ ആംബിയൻസ് ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ കൊടുക്കുന്ന വെയിറ്റ് ചെയ്തതിന് കാര്യമുണ്ടെന്ന് തന്നെ പറയാം. കാരണം അത്രയും അടിപൊളി ആംബിയൻസിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ മന്തി വന്നു. നമ്മൾ ബീഫ് മന്തിയും അതുപോലെ തന്നെ ചിക്കൻ പെരി പെരി മന്തിയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ രണ്ടും നമ്മുടെ പ്ലേറ്റിലും ഇങ്ങനെ സെറ്റായി വന്നിട്ടുണ്ട് നമ്മൾ ടേബിളിൻ്റെ മേലെ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഏട്ടാ ക്ഷമയോട് കാത്തിക്കുക കേട്ടോ വീഡിയോ എടുക്കുന്നത് വരെ. അങ്ങനെ നമ്മൾ ബീഫിലായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഏട്ടൻ എനിക്ക് വീഡിയോ എടുക്കുന്നതിനൊക്കെ വിളമ്പി തരുവാണ് കേട്ടോ. ബീഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ബീഫ് മന്തി ഞാൻ പുറത്തുനിന്ന് അങ്ങനെ കഴിക്കാത്തൊരാളാണ്. കാരണം എനിക്ക് വലിയ പീസുള്ള ബീഫ് എനിക്ക് എന്തോ പോലെയാണ് കഴിക്കുന്ന സമയത്ത്. ഇത് വളരെ ചെറിയ പീസ്, നല്ല മൊരിഞ്ഞ പീസായിരുന്നു. അതിൻ്റെ മേലെ സോസും അതുപോലെ തന്നെ മയോണൈസും ഒക്കെ ഒഴിച്ചൊരു പീസ് ബീഫ് എടുത്ത് കഴിക്കാൻ എൻ്റെ മോനെ സ്വർഗം. അത്രയും ടേസ്റ്റായിരുന്നു കേട്ടോ. ബീഫ് മന്തി ഞാൻ പുറത്തുനിന്ന് വേറെ കഴിക്കാത്തത് കൊണ്ടായിരിക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മയോണൈസും സോസും ഇതെല്ലാം കൂടി കൂട്ടി കഴിക്കുന്ന സമയത്ത് ഒരു രക്ഷയില്ല. ഞാൻ എന്തായാലും ഈ ഒരു മന്തി നിങ്ങൾ സജസ്റ്റ് ചെയ്യും കേട്ടോ. കുബാബിയിൽ നിങ്ങൾ പോയിട്ട് ഈ മന്തി കഴിച്ച് നോക്കൂ. ഏട്ടനും കഴിക്കുന്നുണ്ട്. ഏട്ടൻ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, നല്ല അടിപൊളിയാണെന്നൊക്കെ പറയുന്നുണ്ട്. ആൾക്കങ്ങനെ വീഡിയോ എടുക്കുന്ന ഒട്ടും ഇഷ്ടമല്ല. പക്ഷേ എന്തോ ആ സമയത്ത് അങ്ങനെ വെച്ച് തന്നു. പിന്നെ അതിനുശേഷം ഞാനാണ് കഴിക്കുന്നത്. ഞാനും മയോണൈസും അതുപോലെ തന്നെ സാലഡും എല്ലാം കൂടെ കൂട്ടി കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. വീഡിയോ എടുക്കുന്നതിനെ കൊണ്ട് കുറച്ച് എക്സ്ട്രാ ഞാൻ എക്സ്പ്രഷൻ കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു അങ്കത്തളം കഴിഞ്ഞിട്ട് നമ്മളിനി അടുത്ത അങ്കത്തളത്തിലേക്ക് പോവുകയാണ്. അടുത്ത നമ്മൾ പെരി പെരി മന്തിയാണ് ട്രൈ ചെയ്യുന്നത് കേട്ടോ. പക്ഷെ കാണുന്നത്ര ഭംഗി എനിക്കെന്തോ പെരി പെരി മന്തിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഇനി ബാക്കിയുള്ളവർക്ക് ആ ടേസ്റ്റ് ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല. എനിക്ക് പുറത്തുനിന്ന് കഴിക്കുന്ന പെരി പെരിയാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടതിനേക്കാളോട്ടോ. എനിക്ക് വലിയ അങ്ങോട്ട് ലൈക്കായിട്ടില്ല. എന്തായാലും ഒരു രക്ഷയുണ്ടായിരുന്നില്ല. എന്തായാലും ഇവിടെ വരെ വന്ന് കഴിച്ചതിൽ കാര്യം ഉണ്ടായെന്ന് എനിക്ക് തോന്നി കേട്ടോ കഴിച്ച സമയത്ത്.